എന്താണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അല്ലെങ്കിൽ എന്തിനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്? ആ പേര് തന്നെ ഉണ്ട്, സോളിഡ്സ് അല്ലേ. സോളിഡ്സുകളെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ S2 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 2 ബൈ ബ്രാഞ്ചുകളാണ്, ഒന്ന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ അത് ഫുള്ളി ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കുന്നത്, ഗ്യാസസ്, ലിക്വിഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത്. നമുക്കിവിടെ പഠിക്കേണ്ടത് ജസ്റ്റ് സോളിഡ്സ്, തടി അല്ലേ, തടി അതേ കണക്ക് തന്നെ ഇരുമ്പ്, സ്റ്റീൽ, കോപ്പർ, അങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. സോളിഡ്സ് തന്നെ 2 ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്, റിജിഡും വരും ഡീഫോമബിളും വരും. റിജിഡ് ബോഡീസും ഉണ്ട്, ഡീഫോമബിൾ ബോഡീസും ഉണ്ട്. ഡീഫോമബിൾ ബോഡീസ് എന്താ, റിജിഡ് ബോഡി എന്താ, ഡീഫോമബിൾ ബോഡി? ഒരു ഫോഴ്സ്, ഒരു ബോഡിയിൽ ഇതാണ് എൻ്റെ ബോഡി എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഫോഴ്സ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡീനെ റിജിഡ് ബോഡീസ് എന്ന് വിളിക്കാം. അതേസമയം ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിയുടെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ഡീഫോമബിൾ ബോഡീസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ തടി ഒരു റിജിഡ് ബോഡിയാണ് അല്ലേ, വുഡ്. ഡീഫോമബിൾ ബോഡീസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡിനകത്തോട്ട് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, അത് എലോങ്ങേറ്റ് ആവും, ചേഞ്ച് ആവും, അതിൻ്റെ ഡൈമെൻഷൻ ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം, ഒരു ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് എപ്പോഴും ന്യൂട്ടണിലായിരിക്കും അല്ലേ. ന്യൂട്ടണിലായിരിക്കും ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത്. ന്യൂട്ടൺ അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, കിലോ ന്യൂട്ടൺ എന്ന് പറയാം. ഇൻ ടേംസ് 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിലോ ന്യൂട്ടൺ ആവും. കൺവേർഷനൊക്കെ പറയാം, ഓരോരോ പ്രോബ്ലം ചെയ്യുന്തോറും നമുക്ക് കൺവേർഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം, എങ്ങനെയാണ് ന്യൂട്ടണിൽ നിന്നും കിലോ ന്യൂട്ടൺ ആവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് ബേസിക്സ് ആയിട്ട് കുറച്ച് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ന്യൂട്ടൺ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആയാലും ഫ്ലൂയിഡ് ആയാലും ഏതാണെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരം അവിടെ കിലോഗ്രാമിൽ ചിലപ്പം എന്ത് തന്നിട്ടുണ്ടാവും, യൂണിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ കിലോഗ്രാമിൽ എവിടെ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാലും അതിന് എന്താക്കണം, ന്യൂട്ടൺ, അതായത് കിലോഗ്രാമിൽ നിന്നും വെയിറ്റ് ആക്കണം. മാസിൽ ടേംസ് തന്നിട്ടുണ്ടാവും. എന്താണ് മാസിൻ്റെ യൂണിറ്റാണ് എന്ത്, കിലോഗ്രാം എന്ന് പറയുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപ്പം തന്നെ എന്താക്കി മാറ്റിയേക്കണം, ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടൺ ഇൻ ദ ടേംസ് ഓഫ് വെയിറ്റിൻ്റെ യൂണിറ്റാണ്. വെയിറ്റും ഫോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, വെയിറ്റോ ഫോഴ്സോ അങ്ങനെയൊക്കെ പറയാം. ആ ഒരു യൂണിറ്റിലോട്ട് ആദ്യമേ കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിന് എന്താക്കണം, ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ നിങ്ങളുടെ പ്രോബ്ലം ചെയ്ത് തുടങ്ങാവൂ. അപ്പം ന്യൂട്ടണിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഒരു കിലോഗ്രാമിൽ ഒരു ഫോഴ്സ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോഗ്രാം എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്ടൺ ആക്കാൻ എന്ത് ചെയ്യണം, അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വാല്യൂ ആയിട്ട് ഈ 10 കിലോഗ്രാമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 10 × 9.81 98.1 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പം കിലോഗ്രാമിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താക്കണം, അപ്പം തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 98.1 ന്യൂട്ടൺ. ഇപ്പോൾ 10 ആയതുകൊണ്ടാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റിൻ്റെ ഈ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ മനസ്സിലാവും, അത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂ വെച്ച്. അപ്പോൾ കിലോഗ്രാമിനെ എന്താക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ന്യൂട്ടണിൽ കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് കുറച്ചെങ്കിലും ബേസിക്സ് വേണ്ടുന്നത്. ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വേണ്ടുന്ന കുറച്ച് ബേസിക്സ് ഇതൊക്കെയാണ്. അടുത്ത നമുക്ക് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്. ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇനി അങ്ങോട്ടായാലും മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരായിരിക്കും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന 2 വാക്കുകൾ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് സ്ട്രെസ് എന്താണെന്ന്. ഓക്കെ, സ്ട്രെസ്സിനെ എനിക്ക് ഇക്വേഷനായിട്ട് പറയുവാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്നെഴുതാം. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോണം കേട്ടോ. നേരത്തെ നമ്മൾ കിലോഗ്രാമിനെ ന്യൂട്ടൺ ആക്കാനായിട്ട് കിലോഗ്രാം ഇൻറ്റു 9.81 അല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ന്യൂട്ടൺ കിട്ടുമെന്ന് പറഞ്ഞത് അതൊക്കെ ഒന്ന് ബോക്സിൽ എഴുതി വെച്ചേക്കണം. അത് എനിക്ക് ഇതും ഒന്ന് എഴുതി വെച്ചോ. സ്ട്രെസ് അതിനെ ഞാൻ സിഗ്മ എന്ന് പറഞ്ഞാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സിഗ്മ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ.
അപ്പോൾ കൺസെപ്റ്റ് വൈസ് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബോഡി എടുക്കുക. ഒരു ബോഡി ഇങ്ങനെ ഒരു സർഫസിൽ ഇരിക്കുമായിരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സർഫസിൽ ഒരു ബോഡി ഇരിക്കുക. ഞാൻ ഈ ബോഡിയിലോട്ട് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഏതാ? ഒരു പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല. അതായത് ഈ ബോഡിക്ക് അത്രയും വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അല്ലേ? എല്ലാ ബോഡിയിലും ഇപ്പോൾ ഞാനൊരു കാറിനെ ചെന്ന് ചുമ്മാ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ ബോഡി അതിൻ്റെ ഇൻറ്റേർണൽ ബോഡിയിൽ നിന്നും തിരിച്ച് ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. എന്താണ്? ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സ്. അങ്ങനെ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു ബോഡി ഒരു മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്താ? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോഡീനെ ഒന്ന് 3D ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർഫസിലല്ലേ ഞാൻ ഈ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ദാറ്റ് ഏരിയ ഈസ് നോൺ ആസ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ഞാൻ ഈ ബോഡീനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കത്തില്ലേ? ആ ഏരിയനെ വിളിക്കുന്നതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പം സ്ട്രെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ. ദാറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ഏതാണ്? ഇതാണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എന്തുകൊണ്ടാണ് ഞാൻ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് ഇവിടെ എഴുതാനത്? എടാ, ഒരു ബോഡിയിലോട്ട് ഞാൻ ഇങ്ങനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല? ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത സെയിം ആൻഡ് ഈക്വൽ ഫോഴ്സാണ് ഇവിടെ റെസിസ്റ്റൻറ്റ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് ഞാനൊരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യുന്നതും 10 ആണെങ്കിലല്ലേ അത് മൂവ് ചെയ്യാണ്ടിരിക്കൂ. ഒരു ബോഡിയിൽ ഞാൻ ഇങ്ങോട്ടേക്കൊരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് മൂവ് ചെയ്യാണ്ടിരിക്കാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ വാല്യൂ ഉണ്ടെങ്കിലല്ലേ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കത്തുള്ളൂ. അതേ കണക്ക് ഇത് മൂവ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എന്തെന്ന് പറയാം? പി വിൽ ബി ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞൂടെ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഒന്നും എടുത്ത് പറയാത്തത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് തന്നെ എഴുതിക്കോ. ഓക്കെ, അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്താണ് സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ അടുത്തത് സ്ട്രെയിൻ. സ്ട്രെയിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ. ഓക്കെ, അപ്പം എന്താണ് സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോഡി വരച്ച് തന്നെ കാണിക്കാം. ഇതാണ് എൻ്റെ ബോഡി. ഈ ബോഡിയിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ ഒരു ഇലോങ്ങേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇത്രയും അത് ഇലോങ്ങേറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എലോങ്ങേറ്റ് ആയ ഈ ഡിസ്റ്റൻസിനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് മാർക്ക് ചെയ്യുകയും ഇതിൻ്റെ ഒറിജിനൽ ഡിസ്റ്റൻസിനെ ഞാൻ എൽ എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ അതൊന്ന് എലോങ്ങേറ്റ് ആയി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റബ്ബർ ബാൻഡിനെ എടുത്ത് വലിക്കുമ്പോൾ റബ്ബർ ബാൻഡിന് നീളം കൂടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? സെയിം കണ്ടീഷൻ. അങ്ങനെ ഇത് എലോങ്ങേറ്റ് ആയി കഴിയുമ്പോൾ ഇതിനെ വെച്ചിട്ട് ഞാൻ സ്ട്രെയിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിൻ്റെ സ്ട്രെയിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. പക്ഷേ നമുക്ക് എപ്പോഴും ലെങ്തിൻ്റെ ബേസിസിലായിരിക്കുമോ സ്ട്രെയിൻ വരുന്നത്? അല്ല. നമുക്ക് കോമൺലി അല്ലെങ്കിൽ ജനറലി നമുക്ക് പറയണം എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതണം ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ആ ഡയമെൻഷനിൽ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ബ്രെഡ്ത്ത് ആവാം, വിഡ്ത്ത് ആവാം, ലെങ്ത് ആവാം, വോളിയം ആവാം, ഏത് ഡയമെൻഷൻ വേണമെങ്കിലും ആവാം. അപ്പം ഇൻ കേസ് ഓഫ് ലെങ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയാം. പക്ഷെ നമ്മൾ കോമൺലി സ്ട്രെയിൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനെങ്ങാനുമാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയണം? ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അത് ഏത് പർട്ടിക്കുലർ ഡയമെൻഷൻ വേണമെങ്കിലും ആവാം ബൈ ദാറ്റ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വോളിയം എടുക്കുക എൻ്റെ ഡയമെൻഷൻ. എനിക്ക് സ്ട്രെയിനെ എന്തെന്ന് എഴുതാം? വോളിയം ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇതിനെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പം രണ്ട് സാധനങ്ങളാണ് പഠിച്ചത്. സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് യൂണിറ്റ് നോക്കാൻ മറന്നുപോയി. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാൻ മറന്നുപോയി. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു
ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ ഞാൻ പറഞ്ഞായിരുന്നു, ന്യൂട്ടൺ ആണല്ലേ. ഏരിയയുടെ യൂണിറ്റ് സാധാരണഗതിയിൽ ഏതാ വരുന്നത്, മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് മില്ലിമീറ്റർ സ്ക്വയർ എടുക്കാം. ഇതാണ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്താ, സ്ട്രെയിനിൻ്റെ യൂണിറ്റ്. സ്ട്രെയിനിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മേളിലും ഡെൽറ്റ എൽ, താഴെയും ലെങ്ത്, രണ്ട് സൈഡിലും മേളിലും താഴെയും ലെങ്ത് ആണ്. ലെങ്തിൻ്റെ ഇപ്പോൾ ഞാൻ മീറ്റർ എന്ന് പറയുന്നത് എടുക്കണമെങ്കിൽ മേളിലും മീറ്റർ താഴെയും മീറ്റർ, രണ്ടും ക്യാൻസലായി പോയിട്ട് എനിക്ക് എന്തെന്ന് പറയാം, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്കെല്ലാം ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാനുള്ളതാണ്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, അതിൻ്റെ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ന്യൂട്ടണിൽ നിന്നും കിലോഗ്രാമിൽ നിന്നും നമുക്ക് ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, 9.81 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് അതിൻ്റെ പേര്. ആ കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്ന വാല്യൂയിൽ കിട്ടും. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം ഇത്രയാണ് സ്ട്രെസ്സും സ്ട്രെയിനും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ടൈപ്സ് ഓഫ് സ്ട്രെയിനും നോക്കാം. ഓക്കെ. അടുത്തത്. ഓക്കെ. അപ്പം ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്, ഒന്ന് ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ അതിനെ നോർമൽ സ്ട്രെസ് എന്നൊക്കെ വിളിക്കും. പിന്നൊന്ന് ഷിയർ സ്ട്രെസ്. ഞാൻ നിങ്ങളെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സാധനം ഇല്ലേ, ഇങ്ങനൊരു ബോഡിയിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്. അതായത് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വിചാരിക്കുക. ഈ ഒരു ഇതല്ലേ നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സ്ട്രെയിനിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, സ്ട്രെസ്സിനെ, ആ ഫോഴ്സ് ഈ പെർപെൻഡിക്കുലർലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങത്തില്ലേ, അപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരിക്കുമല്ലേ കിട്ടും നമുക്ക്. ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഞാൻ ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തൊന്ന് വരയ്ക്കുക. ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഒരു സർഫസിൽ കാർഡ്ബോർഡ് ബോക്സ് ഇരിക്കുക. ഞാൻ അവിടെ ഒരു ഫോഴ്സ് ടാൻജൻഷ്യലി അപ്ലൈ ചെയ്യും. ടാൻജൻഷ്യലി അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു സർഫസിൻ്റെ മേളിൽ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിക്കും, ഇങ്ങനെ തള്ളും. അതായത് ഇങ്ങനെ ഒരു സർഫസിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തള്ളാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ തള്ളാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ബോഡി ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ. അപ്പോൾ എന്ത് പറ്റും, ഈ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെസിസ്റ്റ് ചെയ്യും, റെസിസ്റ്റൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഞാനൊരു ബോഡിയിൽ പെർപെൻഡിക്കുലർ, അതായത് ഒരു ക്രോസ് സെക്ഷനിൽ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടല്ല, ആ ഒരു സർഫസിൻ്റെ മേളിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രെസ് അനുഭവപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണെന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ്സിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത് ടോ എന്നാണ്. ടോ എപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എല്ലാ സ്ട്രെസ് എപ്പോഴും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ മേളിൽ ഞാനൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ തെല്ലുമ്പോൾ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണെന്ന് പറയുന്നത്, ആ ബോഡിയിൽ ഉണ്ടാവുന്ന ടൈപ്പ്. മറ്റെന്ന് പറയുന്നത് എന്താ, ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ സൈഡിലായിരിക്കും ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇതതിൻ്റെ മേളിലത്തെ സർഫസിൽ ഞാൻ ഇങ്ങനെ ടാൻജൻഷ്യലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഷിയർ സ്ട്രെസ് എന്ന് പറയാം. അപ്പം ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഒക്കെയാണ്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ ഉണ്ട്, ലീനിയർ സ്ട്രെയിൻ ഉണ്ട്, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പം ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ്. ലീനിയർ സ്ട്രെയിൻ പഠിക്കാനുണ്ട്, ലാറ്ററൽ സ്ട്രെയിൻ പഠിക്കാനുണ്ട്, ഷിയർ സ്ട്രെയിൻ പഠിക്കാനുണ്ട്. ലീനിയർ സ്ട്രെയിന് വേറൊരു പേര് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നൊക്കെ പറയും. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, ഞാനൊരു ബോഡി എടുത്തു. ഈ ബോഡിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ആ ബോഡിയിൽ ഒരു എലോങ്ങേഷൻ ഉണ്ടായി. ഈ ഒരു കേസ് ഓർമ്മയുണ്ടല്ലോ, ഞാൻ സ്ട്രെയിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്ത ഒരു കേസാണിത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞല്ലേ, ഡെൽറ്റ എൽ. ഇതിനെ എന്തെന്ന് വിളിച്ചു, ഒറിജിനൽ ലെങ്ത് ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ട്രെയിൻ ഇവിടുത്തെ എന്തായിരുന്നു, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അത് ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴല്ലേ. അപ്പോൾ ഈ കേസ് തന്നെയാണ് ലീനിയർ സ്ട്രെയിൻ. പക്ഷേ കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എങ്ങനെയാണ് ഇതിനെ ലീനിയർ സ്ട്രെയിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ എലോങ്ങേഷൻ നടന്നേക്കുന്നത് അല്ലേ. ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. പി എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് പറ്റിയേക്കുന്നത്, ദേ ഈ എലോങ്ങേഷൻ ഇവിടെ ഉണ്ടായേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു റബ്ബർ ബാൻഡിനെ ഞാൻ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്ത് വലിക്കുമ്പോൾ ആ ഡയറക്ഷനിൽ തന്നെ ഇത് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ഉണ്ടാവുന്ന സ്ട്രെയിനിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരിക്കും? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ റബ്ബർ ബാൻഡിൻ്റെ കേസ് തന്നെ ചിന്തിച്ച് നോക്കുക. ഞാൻ റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്ത് വലിക്കുമ്പോൾ അത് ലെങ്ത് കൂടുക മാത്രമാണോ ചെയ്യുന്നത്? നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നോക്കണം. കുറേ വലിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വരുന്ന കാണാം. ലെങ്ത് കൂടുന്നുണ്ട്, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് റബ്ബർ ബാൻഡിനെ ഇത്രയും വലിച്ച് എനിക്ക് വലുതാക്കാം, ലെങ്ത് കൂടുന്നുണ്ട്, അതിനെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. പക്ഷേ ഞാൻ ആ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് കുറഞ്ഞു വരുന്നുണ്ട്, തിക്നെസ് കുറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വലിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഫോഴ്സ് കൊടുത്തതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിനിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അതായത് ഞാനൊരു ഫോഴ്സ്, ഒരു ബോഡി ഇങ്ങനെ വലിച്ചു, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ വലിച്ചു. അപ്പം അതിൻ്റെ ഈ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാരണം എന്ത് പറ്റും, ഇതിൻ്റെ ലെങ്ത് എന്തായാലും കൂടും അല്ലേ. ഈ ഒരു ബോഡിക്ക് ഈ ലെങ്ത് ഇങ്ങനെ എന്തായാലും കൂടും, ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇതായതുകൊണ്ട് തന്നെ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ലെങ്ത് കൂടുന്നതിന് കൂടാണ്ട് ഇതിൻ്റെ ഡയമെൻഷനും ചേഞ്ച് ആവുന്നുണ്ടാവും. മീൻസ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇതിനൊരു ഡയമെൻഷൻ ചേഞ്ച് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലാണോ ഈ ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായത്? അല്ല, ഫോഴ്സ് കൊടുത്തത് ഈ ഡയറക്ഷനിലും ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായത് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുമാണ്. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെയിനിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ലെങ്ത് ഇങ്ങനെ, ഇപ്പം നേരെ തിരിച്ച് ഇതിപ്പോൾ വലിക്കുന്ന കേസായിപ്പോൾ അല്ലേ, ഞാനൊരു സാധനത്തിനെ എടുത്ത് ഇങ്ങനെ തെള്ളുക, അതായത് പുഷ് ചെയ്ത് കംപ്രസീവ് സ്ട്രെസ് ഞാൻ അനുഭവപ്പെടുത്തുവാൻ അതൊട്ട് ഞാൻ ഇങ്ങനെ തെള്ളുമ്പോൾ ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ അതിൻ്റെ ഡയമെൻഷൻ കുറയുകയാണ് ഉണ്ടാകുന്നത്. അതായത് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് എന്തുണ്ടാകുന്നത്, അവിടെ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ എനിക്ക് എന്തെന്ന് വിളിക്കാം, ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ തെള്ളുമ്പോൾ ആ ഡയമെൻഷൻ കുറയുന്നത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ? ഇല്ല, ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ബൾജ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഞാനൊരു ഇങ്ങനൊരു ബോഡിയിലാട്ടോ ഇങ്ങനെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായാലും ഈ ഒരു രീതിയിൽ ഡയമെൻഷൻ ചേഞ്ച് ആവും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് പറ്റും, ഇത് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും. ഈ അവസാനം ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതായത് ആ ടൈപ്പ് ഓഫ്, അതായത് ഫോഴ്സ് കൊടുത്തതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സ്ട്രെയിനിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അത് ബ്രെഡ്ത്ത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഏതൊക്കെ ഡയമെൻഷൻസ് പഠിക്കാനുണ്ട്, ലെങ്ത് പഠിക്കാനുണ്ട്, ബ്രെഡ്ത്ത് പഠിക്കാനുണ്ട്, വിഡ്ത്ത് പഠിക്കാനുണ്ട്, അല്ലെ തിക്നെസ് എന്താണെങ്കിലും. ലെങ്ത് ആണ് കൂടുന്നെന്നുണ്ടെങ്കിൽ ഇതും എന്ത് പറ്റും, കുറയും. ലെങ്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, എന്താണെന്നൊക്കെ നമ്മൾ ഇനിയിപ്പോൾ അടുത്തടുത്ത ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പറയാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് അവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ലീനിയർ സ്ട്രെയിൻ എന്നും, ഫോഴ്സ് കടക്കുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനിനെ എന്തെന്ന് വിളിക്കാം, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി. അടുത്തത് ഷിയർ സ്ട്രെയിൻ. ഞാൻ ഷിയർ സ്ട്രെസ്സിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു നമ്മുടെ മറ്റേ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ബോഡിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ഇതിലിങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷിയർ സ്ട്രെയിൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? സ്ട്രെയിൻ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബോഡിയിൽ ഇത് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് എങ്ങനെ ആയിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്? ഇങ്ങനെ ഈ ഒരു രീതിക്കായിരിക്കും ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷിയർ സ്ട്രെയിനിനെ ഇതൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കുമല്ലോ. ഈ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ. ദാറ്റ് ആംഗിൾ, പർട്ടിക്കുലർ ആംഗിളിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, ഫൈ എന്ന് വിളിച്ചു. ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ ഇസ് ദ ഷിയർ സ്ട്രെയിൻ ഹിയർ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഹാസ് കോസ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ദ ഷിയർ സ്ട്രെസ് അപ്ലൈഡ്. ഒരു ഷിയർ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ ഇരുന്ന ഒരു ബോഡി ഇങ്ങനെ ടിൽട്ട് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു
ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ്. ടൈപ്സ് ഓഫ് സ്ട്രെസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പറഞ്ഞു. ഓക്കെ ആണോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹുക്സ് ലോ. ഓക്കെ ഓക്കെ അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹുക്സ് ലോ. ഹുക്സ് ലോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഹുക്സ് ലോ പഠിക്കുന്നതിന് മുന്നേ ഇലാസ്റ്റിസിറ്റി എന്താണെന്നറിയണം, ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്നറിയണം. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഞാനൊരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക അല്ലേ, ആ ഫോഴ്സ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ആ റബ്ബർ ബാൻഡിൽ നിന്നും കൈ വിടുമ്പോൾ എന്ത് പറ്റും, ആ ഒറിജിനൽ ഷേപ്പിനകത്തോട്ട് അത് തിരിച്ച് ചെല്ലുന്നുണ്ടല്ലേ. അങ്ങനെ തിരിച്ച് ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോഡീസിനെയാണ് എപ്പോൾ അപ്ലൈ ചെയ്ത ലോഡ് ഞാൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ ഷേപ്പിലോട്ട് വന്ന് ചേരാൻ പറ്റുന്ന അങ്ങനെ ഒരു കഴിവുള്ള ബോഡീസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇലാസ്റ്റിക് ബോഡീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഹെവി ആയിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമോ? ഇല്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് എന്ത് പറ്റും, പൊട്ടിപ്പോവും. അപ്പം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ എന്ത് പറ്റത്തുള്ളൂ, ആ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഷേപ്പ് വരും. അത് കഴിഞ്ഞ് ഞാൻ വലിക്കുമ്പോൾ അതിനൊരു ഡീഫോർമേഷൻ, പെർമനൻറ്റ് ഡീഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ പെർമനൻറ്റ് ഡീഫോർമേഷൻ, ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, ആ ലിമിറ്റിനപ്പുറത്തോട്ട് ഞാൻ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഫോർമേഷൻ ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഒരു ലിമിറ്റിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹുക്സ് ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഹുക്സ് ലോ, ഹുക്സ് എന്ന് പറയുന്നൊരു പുള്ളിയാണിത് ഡിഫൈൻ ചെയ്തത്, സംഭവം കണ്ടുപിടിച്ചത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ വേണമെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പഠിച്ചോ, പക്ഷേ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ലിമിറ്റ് തന്നെയാണ്, ഇലാസ്റ്റിക് ലിമിറ്റിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ലിമിറ്റാണ്. അപ്പോൾ അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു, അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതൊരു ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാൻ സ്ട്രെസ്സ്, ഇവിടെ സ്ട്രെയിൻ. എന്താ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് തന്നെ പഠിക്കുക കേട്ടോ. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എങ്കിൽ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്ത് കിടക്കുന്നത്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ എൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെയാണ് പറയുന്നത് എന്ത്, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ പറയുന്നത്, അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൂട്ടുക. സ്ട്രെസ് എങ്ങനെ കൂട്ടുന്നത്, കൊടുക്കുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് കൂടുമല്ലേ. അപ്പോൾ ഞാൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടി വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിനിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. ഞാൻ സ്ട്രെസ് ഇത്രയും കൂടിയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിനും കൂടി. ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ് അപ്ലൈ ചെയ്ത് ഇവിടം വരെ എത്തിച്ച്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, സ്ട്രെയിനിൻ്റെ വാല്യൂവും അവിടെയും കൂടിയിട്ടുണ്ടാവും. അപ്പം സ്ട്രെസ്സ് കൂട്ടുന്നതിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് കൂടും, അവിടെ ഉണ്ടാവുന്ന ഡൈമെൻഷൻ ചേഞ്ച് അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടും. അന്ന് ആര് പറഞ്ഞു, ഹുക്സ് പറഞ്ഞു. അതിനെ ഒരു ലോ ആയിട്ട് പുള്ളി പറഞ്ഞു, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അണ്ടർ ദിസ് ലിമിറ്റ് ഇസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ടെക്സ്റ്റുകളിലും പല നോട്ടുകളിലും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. കറക്റ്റ് വേ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. കാരണം മിക്ക മെറ്റീരിയൽസുകളിലും ഈ പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുക. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. നമുക്ക് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു വേരിയേഷനെ ചില മെറ്റീരിയൽസിന് കാണിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീലൊക്കെ പഠിക്കും, അപ്പോൾ മനസ്സിലാവും. അപ്പം ഈ ഒരു ഹുക്സ് ലോയിൽ നിന്നും പുള്ളി ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി, പണ്ട് തൊട്ടേ നമുക്ക് ഈ സാധനം കണ്ടെടുത്താൽ കണ്ടുകൂടാതെ അല്ലേ, എന്താ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിനെ മാറ്റിയേക്കണം, ഒരു കോഎഫിഷ്യൻ്റ് ഒക്കെ കൊണ്ടുവരും അല്ലേ.
ഈ സെയിം സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഞാൻ ഈ സ്ട്രെസ്സ് ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് അപ്പുറത്ത് കിടക്കുന്ന സ്ട്രെയിനെ അങ്ങ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാം, എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഒരു കോൺസ്റ്റൻറ്റ്, എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ. ആ കോൺസ്റ്റൻറ്റിനെ എന്തെന്ന് വിളിച്ചു? ഹുക്സ് എന്ത് വിളിച്ചു? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിച്ചു. എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ആ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് വാസ് കോൾഡ് ആസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പുകളുണ്ട്. 3 ലെറ്റേഴ്സിലാണ് അറിയപ്പെടുന്നത്. ഇ ജെ അല്ല കേട്ടോ, സോറി, ജി. ഇ ജി ആൻഡ് കെ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 3 ടൈപ്പ്, ഇ ജി ആൻഡ് കെ. ഇ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ളൊരു സംഭവമായിരിക്കും അല്ലേ? യങ്സ് മോഡുലസ്. ഇ എന്താണ്? യങ്സ് മോഡുലസ്. ജി എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? ഷിയർ മോഡുലസ് എന്നൊക്കെ വിളിക്കാം. റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. അവസാനത്തെ എന്താ? കെ, ബൾക്ക് മോഡുലസ്. അപ്പം യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് എന്തൊക്കെയായിരുന്നു? ഹുക്സ് ലോ എന്താണെന്ന് പറഞ്ഞു. ഹുക്സ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അണ്ടർ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലേ? അണ്ടർ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഗ്രാഫ് വരുന്നത്. അതിനെ എന്തെന്ന് വിളിക്കാം? സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ അവിടെ എന്ത് കൊണ്ടുവന്നു? ഞാനല്ല, ഹുക്സ് അവിടെ എന്ത് കൊണ്ടുവന്നു? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൊണ്ടുവന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കാനുണ്ട്? യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. അപ്പോൾ ഈ യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന 3 സാധനങ്ങളെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? 3 സാധനങ്ങളുണ്ട്. 3ഉം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് 3 എണ്ണം? 3ൻ്റെയും ഇക്വേഷൻ എന്ത് തന്നെയാണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. പക്ഷേ ഏത് സ്ട്രെസ് ഏത് സ്ട്രെയിൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ഇത് ഏത് നമ്മൾ യൂസ് ചെയ്യണം. ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആണോ അവിടെ ഉണ്ടാകുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അപ്പോൾ എനിക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന് എനിക്കറിയാം. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നാണ് എനിക്കറിയാം. എന്തോ ഒരു സാധനം, അതായത് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് ഇ ആവാം, ജി ആവാം, കെ ആവാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടേക്കുന്നത്. ഇനി ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആണ് ഇവിടെ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിനകത്ത് ഏത് സാധനം ഇവിടെ എഴുതണമെന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം യങ്സ് മോഡുലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ? നോർമൽ സ്ട്രെസ് എങ്കിൽ എന്താ? ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ? അപ്പോൾ നോർമൽ സ്ട്രെസ് എന്ന് എഴുതാം. നോർമൽ എന്നോ ഡയറക്റ്റ് എന്നോ അല്ലേ? ഒരു ബോഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് നോർമൽ സ്ട്രെസ് അല്ലെ ഡയറക്റ്റ് സ്ട്രെസ്. നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ എന്തായിരുന്നു? ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് അവിടെ സ്ട്രെയിൻ ഉണ്ടായേക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോഡി ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെയാണ് അതിന് ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പം നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ്, നോർമലിനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? ഡയറക്റ്റ് സ്ട്രെസ് എന്ന് വിളിക്കാം. ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ലീനിയർ സ്ട്രെസ് എന്ന് തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നോർമൽ സ്ട്രെസ് ആയാലും ഡയറക്റ്റ് സ്ട്രെസ് ആയാലും, എന്താ നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്, അല്ല ഷിയർ സ്ട്രെസ് അല്ല എന്നുള്ളത് കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് എന്ത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഏതാണ്? യങ്സ് മോഡുലസ്. അടുത്തത് റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസിൻ്റെ ലെറ്റർ ഏതാണ്? ജി ആണല്ലേ?
ജി എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും അല്ല, റിജിഡിറ്റി ബോൺലെസ്സിന് വേറൊരു പേരുണ്ട്, ഷിയർ മോഡുലസ്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ടല്ലേ, ഷിയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ അല്ലേ, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബോഡി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്തെന്ന് വിളിക്കാം, റിജിഡിറ്റി മോഡുലസ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം. ഇതൊക്കെ ഇക്വേഷൻ എഴുതി വെച്ചോണേ, ഇതൊക്കെ ആവശ്യമുള്ളതാണ്, പ്രോബ്ലം ചെയ്യാനും ഒക്കെ ആവശ്യമുള്ള സാധനമാണ്. ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, ബൾക്ക് മോഡുലസ്. അതും സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ തന്നെയാണ്, പക്ഷേ ഏത് സ്ട്രെസ് ഏത് സ്ട്രെയിൻ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധനത്തിൻ്റെ ബൾക്കി ആണെന്ന് പറയുമ്പോൾ ഇത് വലിപ്പമുണ്ട് എന്നുള്ള കാര്യങ്ങളല്ലേ ചിന്ത വരുന്നത്. ബൾക്ക് എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു സാധനമാണെന്ത്, വോളിയം. അപ്പം വോളിമെട്രിക് സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് തന്നെയാണ്, നോർമൽ സ്ട്രെസ് തന്നെയാണ്, നമ്മൾ ഇവിടുത്തെ കാര്യത്തിൽ നോർമൽ സ്ട്രെസ് തന്നെയാണ്. നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഞാൻ പറഞ്ഞില്ലേ ഡെൽറ്റ വി ബൈ വി, അതിനെയാണ് വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിനാണെന്ന് വിളിക്കുന്നത് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പം ഹുക്സ് ലോ എന്താണെന്ന് പറഞ്ഞു, ഹുക്സ് ലോ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നു, ആ കോൺസ്റ്റൻറ്റിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പുകളുണ്ട്. ഏതൊക്കെയാണ്, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്. ഓക്കെ, 3 ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ട്.